പോറ്റിന്ന് വിളിക്കണോ തന്ത്രി എന്ന് വിളിക്കണോ ചോദിച്ചു. എന്നാൽ ഞാൻ തന്ത്രി പദം കിട്ടിയവനാണ്. വേലാങ്കോടി ദേവീക്ഷേത്രത്തിലെ തന്ത്രി ഞാനാണ്. നമ്മൾ അറിയത്തില്ലല്ലോ ഇപ്പൊ എന്താണ് ഏത് ലെവലിലാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഗുരുസ്വാമി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ കെട്ട് കെട്ടുന്നത് ഗുരുസ്വാമി എന്ന് പറയും. തെങ്ങെല്ലാം കൊണ്ട് വെച്ചതിന് ശേഷമേ ഗുരുസ്വാമി ആവുള്ളൂ. ഇതും അതുപോലെ തന്നെയാണ്. ഫസ്റ്റ് അതായത് ഈ കാവടി ഐറ്റം അതും ഗുരുസ്വാമി ഇതും ഗുരുസ്വാമി, പേര് രണ്ടും ഒന്നാണ്. പക്ഷെ ഐതിഹ്യങ്ങൾ രണ്ടും രണ്ടാണ്. അയ്യപ്പൻ എന്ന് പറയുന്നത് പിന്നെ മുരുകൻ്റെ സഹോദരൻ. അപ്പോൾ അദ്ദേഹത്തിന് വേറെ രീതി, ഇദ്ദേഹത്തിന് വേറെ രീതി. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നെയ്യഭിഷേകം, ഇദ്ദേഹത്തിൻ്റെ മുരുകൻ്റെ പ്രധാന അഭിഷേകം എന്ന് പറയുന്നത് ഭസ്മമാണ്. അപ്പോൾ കുരുക്കന്മാർ രണ്ടും ഒന്നാണ്. അതിന് മാറ്റം. പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ അച്ഛൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോഴും അല്ലെങ്കിൽ ഗുരുസ്വാമിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോഴും എല്ലാം സിനിമാ താരങ്ങളാണ്. ഏറ്റവും കൂടുതൽ സുരേഷ് ചേട്ടനായിട്ടാണ് കൂടുതലും വിഷ്വൽ കണ്ടിരിക്കുന്നത്. അതിനകത്ത് സ്വർണത്തിൽ പൊതിഞ്ഞൊരു സാധനം, അതിന് തിടമ്പെന്ന് പറയല്ലേ, അതുവരെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടുത്തെ എവിടെ കാവടി നടന്നിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ട് പറയാം ഗുരുസ്വാമി ആറ്റുകാൽ പി ശശിധരൻ നായർ പിന്നെ നായരായിപ്പോയി. നായർ ചെയ്ത് വിട്ട കാവടി ആണ് ഏത് ക്ഷേത്രത്തിൽ നടന്നാലും ഞങ്ങളത് അവരുടെ ചില നിബന്ധനകളിൽ നമുക്ക് പാലിക്കാൻ പറ്റാത്തതിനെ കൊണ്ട് നമ്മൾ വിട്ടേച്ച് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ല നമ്മളെ പറഞ്ഞു വിട്ടു പോയതല്ല. നമ്മൾ ഭഗവാന് പടുത്തരം കൊടുത്ത് ഇവരുടെ രീതി അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റില്ല, ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയിട്ടാണ്. അന്ന് ആ സമയത്താണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവും അദ്ദേഹത്തിനെയും പോയി വിളിച്ച് ഇദ്ദേഹത്തിനെയും വിളിച്ചാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവും അഭിഷേകം നിറച്ചു, ഇദ്ദേഹവും അഭിഷേകം നിറച്ച സമയത്ത് അപ്പോഴും ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് വരുന്നു, 18 അഭിഷേകം നിറയ്ക്കണം, 18 കൊല്ലം. അത് ഇദ്ദേഹം 18 കൊല്ലം വന്നേ പറ്റൂ. അതിപ്പോൾ ഇരിക്കുകയല്ലോ ചോദിച്ചാൽ വന്നേ പറ്റൂ. പക്ഷേ ഈ 18 കൊല്ലത്തെ അഭിഷേകത്തിൻ്റെ സാധനം ഇദ്ദേഹം തരണം, ഇവിടെ വന്ന് അഭിഷേകം ചെയ്യും. പിന്നെ ഇന്ന് കാണുന്നതല്ല, ചിലപ്പോൾ അല്ല, അടുത്ത ടേണിൽ വരുമ്പോൾ ഒരു മന്ത്രിയായിട്ട് വരാനുള്ള വഴി കാണട്ടെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ് തുടക്കം. അപ്പം അങ്ങനെ ഇരുന്ന് അഭിഷേകം എല്ലാം കഴിഞ്ഞു, അദ്ദേഹം പോയി. ഒരു 3-ൻ്റെ അന്ന് എന്നെ വിളിച്ചായിരുന്നു. നമ്മളോട്ട് അങ്ങനെ സംസാരിച്ച് വന്നപ്പം അടുത്ത കൊല്ലത്തേക്കുള്ള സമയമായി. അപ്പോൾ വന്നപ്പോഴാണ്, 2ാമത്തെ കൊല്ലം വന്നപ്പോഴാണ് ഞാനൊരു മുരുകനെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ആ മുരുകൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത്, അത് അതൊരു ഫോട്ടോ ഇവിടെ കാണണം, അവിടെ ഇരിക്കുമെന്ന് അറിയില്ല, കൊടുത്തിട്ട് അന്നും വന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ്. അപ്പോൾ അതിന് മുമ്പേ വന്നിട്ടുള്ളതാണ് ലക്ഷ്മിബായി തമ്പുരാട്ടി. അത് കഴിഞ്ഞിട്ട് കേരളത്തിനകത്ത് ആദ്യമായിട്ടൊരു ഉദ്ഘാടനത്തിന് വരുന്നതാണ് പന്തളത്ത് മഹാരാജാവ്. ഇവിടെ കേരളത്തിൽ അദ്ദേഹം വന്നിട്ടേ ഇല്ല. ഞങ്ങളുടെ ഫംഗ്ഷന് ഞങ്ങൾ വിളിച്ചു, വന്നു, ഉദ്ഘാടനം നടത്തി, അദ്ദേഹം പോയി. അതും ആ ഫോട്ടോ അവിടെ അതായിരിക്കുന്ന ഫോട്ടോയാണ്. ആ കാണുന്നതാണ് പന്തളത്ത് മഹാരാജാവ്, അയ്യപ്പൻ്റെ അച്ഛൻ. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ശരി ഞാൻ എന്തായാലും വന്നെത്താം. അന്ന് അതേ ഒരു വാക്ക് എനിക്ക് തന്നിട്ട് എന്നെ വിളിച്ചാൽ കിട്ടൂല, രാധികയെ വിളിച്ചോളൂ. പക്ഷെ നമ്പർ ആർക്കും കൊടുക്കുകയും വേണ്ട. ഇന്നും ആ നമ്പർ ഇപ്പോൾ ഉണ്ട്. ഞാൻ ഏത് രാത്രി വിളിച്ചാലും അപ്പോഴെടുത്തില്ലെങ്കിൽ ഏത് രാത്രി ഇതുവരേക്ക് ഇതേ നേരം വരാം. അപ്പോഴെടുത്തില്ലേ കുറച്ച് കഴിഞ്ഞെങ്കിൽ എൻ്റെ ഗുരുസ്വാമിന്ന് കേട്ടേ വിളിക്കാറുള്ളൂ. പിന്നെ മാസത്തിലൊരിക്കൽ ഞങ്ങൾ തിരുച്ചെന്തൂർ പോയിട്ട് വരുമ്പോൾ ഞാൻ അതുകൊണ്ട് 7-8 പ്രാവശ്യം ഈ ആൾക്കാരെയും കൊണ്ട് തിരുച്ചെന്തൂർ പോകും, നമ്മളെ വ്രതം എടുക്കാൻ വേണ്ടി മാത്രം. അവിടെ നിന്നാണ് വ്രതം എടുത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ പോയിട്ട് വരുമ്പം അവിടെ അകത്ത് അഭിഷേകം ചെയ്ത പ്രത്യേകിച്ചൊരു ഭസ്മമുണ്ട്, അതെല്ലാവർക്കും കിട്ടില്ല. നമുക്ക് അത്ര വേണ്ടപ്പെട്ടവർക്ക് അത്ര മണവും ഒക്കെ ഉള്ളതാണ്. ഇത് കൊണ്ടുവരും, നമ്മൾ അവിടെ നിന്നൊരു കവറിൽ കൊണ്ടുവരും, ഇവിടെ വന്നൊരു ചെപ്പിലൊക്കെ ഇട്ട് ആ ഒരാളിന് നമ്മൾ ഒരു സംഭവം കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരാളെ നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു മാന്യതയും ഒരു മര്യാദയുണ്ട്. അതിനാണൊരു കഥ പറയുന്നത്, എന്താ, മര്യാദ കൊടുത്ത് മര്യാദ വാങ്ങിക്കണം. അതാണ് മനുഷ്യൻ. മര്യാദ കൊടുക്കാൻ നമുക്ക് മര്യാദ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട, കിട്ടേയില്ല ആർക്കായിരുന്നാലും ശരി. അങ്ങനെ കൊടുത്ത് ഇങ്ങനെ കാര്യങ്ങളിൽ 3ാമത്തെ കൊല്ലം വന്നപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനടുത്ത് ഞാൻ എന്തായാലും ഒരു തിടമ്പ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു. കാരണം തിടമ്പ് നമ്മൾ വാടകയ്ക്കെടുക്കുകയാണ്. 15,000 രൂപ തിടമ്പിനും ആനയ്ക്കും, പിന്നെ ആനയുടെ ചിലവെല്ലാം കൂടെ ചേർത്തിട്ട് 20,000 രൂപയ്ക്ക് അടുപ്പിച്ച് നമുക്ക് ഓരോ ഫംഗ്ഷനും വാടക കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് എടുത്ത സമയത്ത് ഇങ്ങനെ പിന്നെ ആ തിടമ്പിൽ മുരുകനെ വെച്ച് പിടിപ്പിക്കണം. അങ്ങനെ ഒത്തിരി പാട് ഒരുമാതിരി കറുത്തൊക്കെയാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാനൊരു തിടമ്പ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അതെവിടെയുണ്ട്? തൃശ്ശൂർ. അപ്പോൾ അതേ ഒരു സ്ഥലം പറഞ്ഞു തന്നു, ഇന്നടത്ത് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങളവിടെ കൊണ്ടുവന്ന് കൊടുത്ത് ഇടപാടൊക്കെ ചെയ്ത് കാശ്
അവർക്ക് അയച്ചു കൊടുക്കാമെന്നുള്ള കണക്കൂട്ടലിൽ എല്ലാം പറഞ്ഞ് റെഡിയാക്കി നമ്പറുമൊക്കെ വാങ്ങിച്ചു. ഇവിടെ വന്ന് കാശ് അങ്ങോട്ട് അയച്ച സമയത്ത് 50,000 രൂപ അങ്ങോട്ട് അയച്ചായിരുന്നു. അയച്ച് അഡ്വാൻസ് തന്നാലേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് അഡ്വാൻസ് അയച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയി 15,000 രൂപ കൊണ്ടുപോയുള്ളൂ. അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞ് അഡ്വാൻസ് കൊടുത്ത് അയച്ചു കൊടുത്ത് അവർ ജോലിയും തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അഡ്വാൻസ് തിരിച്ചു വന്നു. 50,000 രൂപ തിരിച്ചെനിക്ക് ചെക്കായിട്ട് തന്നെയാണ് എനിക്ക് തിരിച്ചു വന്നു. അതായത് അപ്പോൾ അവർ തമിഴരാണ്. അമ്മ நீங்கள் இந்த திளம்புக்கு காசு ஒன்றும் தராண்டா, அது சுரேஷ் சார் நம்ம ரொம்ப நம்பராக்கும், நம்ம பந்துக்களாக்கும், அவரே சொல்லிவிட்டாச்சு பணம் அவர் தந்துடலாம், இது திளம்பு தீர சமயத்தில் நீங்கள் எடுத்துகிட்டு போனால் போരും, തീരുമ്പം ചൊല്ലലാം എന്ന് അവർ തമിഴിൽ പറഞ്ഞു. ഞങ്ങൾക്ക് ആ പൈസയും തിരിച്ചു വന്ന് തിളമ്പ് തീർന്നു പറയാണ്ട് വിളിച്ച് ചെന്ന് തിളമ്പ് എടുത്തോണ്ട് വന്ന് ഇവിടെ വെച്ചായിരുന്നു ആദ്യത്തെ ഉദ്ഘാടനം. അന്ന് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. ഫ്ലൈറ്റ് എവിടെ പോയി മിസ്സായിപ്പോയി, കൊറോണയുടെ എന്തോ ആണ്. അങ്ങനെ എന്ത് ചേട്ടൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു മേളത്തന്നെ വിട്ടാൽ മതി. അങ്ങനെ മേളത്തന്നെ വിട്ടുള്ള ഉദ്ഘാടനമാണ് ആദ്യത്തെ. അതോ ഇരിക്കുന്ന ഫോട്ടോ ഇതിനകത്തിരിപ്പുണ്ട്, ഒരു കൊച്ചു ഫോട്ടോ. ഫോട്ടോ അല്ലേ? മക്കളും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാ മക്കളും ഉണ്ടായിരുന്നു. ഗോകുലൊക്കെ ഇപ്പം അച്ഛനെക്കാളും വലിയ ഇതാണ്. കാരണം ഏത് സ്റ്റേജിൽ വെച്ച് കണ്ടിരുന്നാലും അപ്പോൾ വേറെ ഒന്നും കൊണ്ട് പറയാനല്ല, അവരെ ഫീൽഡ് വേറെ നമ്മളുടെ ഫീൽഡ് വേറെ. കോവിൽ എൻ്റെ മുമ്പ് പെട്ടെന്നിരിക്കില്ല. അല്ലെങ്കിലും ഗോകുല അദ്ദേഹം അങ്ങനെയാണ് കുട്ടികളെ വളർത്തിയിരിക്കുന്നത്. എൻ്റെ അടുത്ത് അത്ര ബഹുമാനവും അത്ര സ്നേഹവും തൊഴുതുകൊണ്ടേ വരാറുള്ളൂ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ തിളമ്പ് വാങ്ങിച്ചു തന്നു. പിന്നെ ഞങ്ങൾ അതാണ്ട് 2,10 അടുപ്പിച്ച് 2,5 അടുപ്പിച്ച് വരും. പിന്നെ ഈ തിളമ്പാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഉദ്ഘാടനത്തിന് വരാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഈ ആദ്യമായിട്ട് ഒരു സംഭവം അതിനെക്കൊണ്ട് ഇവിടെ അന്ന് പത്രക്കാർ ആരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ വലിയ ആഡംബരമായിട്ട് ഉള്ള പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്ത് വെച്ച് ചെണ്ടമേളവും കോപ്പും കുളച്ചക്കറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ കഴിവിൻ്റെ പരമായി നോക്കിയ രക്ഷയില്ല. അങ്ങനെയാണ് മേളത്തിന്. അപ്പം മേളത്തിന് അതോടുള്ള ആഘോഷത്തോടെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ നടത്തി. ഈ തിളമ്പ് നമ്മുടെ ഇവിടുത്തെ ഉത്സവത്തിന് എടുക്കാറുണ്ടോ? ഈ ഉത്സവത്തിന് ഈ തിളമ്പെടുക്കില്ല. അത് അവർക്ക് ഇത് മുരുകൻ്റെ ഉത്സവത്തിന് മാത്രം. ഇതിൽ മുരുകനെ പിടിപ്പിച്ചിരിക്കാൻ തിരുച്ചെന്തൂർ അപ്പനെ ഇതിൽ പിടിപ്പിച്ചു. സാധാരണ മിക്ക തിളമ്പുകളിലും ഈ വാടകയ്ക്ക് എടുക്കുന്ന തിളമ്പുകളിൽ ഭഗവാനെ പിടിപ്പിക്കില്ല. അപ്പോൾ ഭഗവാനെ പിടിപ്പിക്കാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ദേവൻ ആരാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആ ദേവൻ്റെ ഒരു മുഖം ഈ തിളമ്പിൽ വെച്ച് കെട്ടും. അപ്പോൾ ആറ്റുകാലിലെ തിളമ്പിലും മുഖം അതിൽ തന്നെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ തിളമ്പിലും ഇതാ പിടിപ്പിച്ചിട്ടുണ്ട്. അത് തിരുച്ചെന്തൂരപ്പൻ, ഇത് മുരുകൻ്റെ. ഇതെങ്ങനെയാണ് പിടിപ്പിച്ചിട്ടുള്ളത് എല്ലായിടത്തും. ഇതേ സെയിം ഈ കാണുന്ന ആദ്യം. അപ്പോൾ അങ്ങനെ തിരിച്ചവസാനം ഇത് എന്ന് ഉദ്ഘാടനം ചെയ്യാം, അന്ന് ഇതേ വന്നൊന്ന് കത്തിച്ചേ പറ്റുമെന്നാണ്. അവിടെ നിന്ന് അടുത്ത ഉത്സവത്തിന് അടുത്ത നമ്മുടെ ഈ കാവടി ഫംഗ്ഷന് മുമ്പേ ഇന്ന ദിവസം വരുമെന്ന് പറഞ്ഞ് വന്നു, കത്തിച്ചു, സന്തോഷമായിട്ട്